ഹലോ എവരിവൺ, വെൽക്കം ടു എജുക്രക്സ്. സുനിത വില്യംസ്, കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആവേശം പകരുന്ന പേര്. ആകാശം അതിരല്ല, തുടക്കം മാത്രമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ബഹിരാകാശ സഞ്ചാരി. 9 മാസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ നിരവധി റെക്കോർഡുകളാണ് സുനിത തൻ്റെ പേരിൽ എഴുതി ചേർത്തത്. അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 1965 സെപ്റ്റംബർ 19 ഒഹോയോയിലെ യുക്ലിഡിൽ ജനനം. ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും റോസലിൻ ബോണി പാണ്ഡെയുടെയും 3 മക്കളിൽ ഇളയവൾ. മുഴുവൻ പേര് സുനിത ലിൻ പാണ്ഡ്യ. ഫെഡറൽ മാർഷലായ മൈക്കിൾ ജെ വില്യംസാണ് ഭർത്താവ്. ബഹിരാകാശത്തേക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. 1983 മസാച്യുസെറ്റ്സിലെ നീതാം ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി. തുടർന്ന് 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാഡമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി. വ്യോമയാന മേഖലയിൽ നിന്നുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സുനിത വില്യംസിനെ US നേവിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. അവിടെ പൈലറ്റായാണ് തുടക്കം. 1989 കോംബാറ്റ് ഹെലികോപ്റ്റർ പറപ്പിക്കാനുള്ള പരിശീലനം തുടങ്ങി. 1993 നേവൽ ടെസ്റ്റ് പദവി സ്വന്തമാക്കി. തുടർന്ന് 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടി. 1998 നാസയുടെ ബഹിരാകാശ യാത്രികയായി സുനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമായി. തീവ്ര പരിശീലനത്തിന് ശേഷം 2006 ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ യാത്ര. 195 ദിവസമാണ് ബഹിരാകാശത്തന്ന് ചെലവിട്ടത്. 2012 എക്സ്പെഡീഷൻ 32, 33 എന്നിവയുടെ ഭാഗമായി 127 ദിവസം ബഹിരാകാശത്ത് താമസിച്ചു. 2018 സ്റ്റാർലൈനർ 1 ഓപ്പറേഷണൽ മിഷന്റെ ഭാഗമായത്. 2024 ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിൽ ബഹിരാകാശത്തെത്തി. പേടകത്തിന് ഹീലിയം ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് പ്രതിസന്ധി രൂപപ്പെട്ടു. ഒരാഴ്ചത്തേക്ക് പോയ സഞ്ചാരികളുടെ മടക്കം ഇതോടെ അനിശ്ചിതത്വത്തിലായി. അങ്ങനെ 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സംഘവും ഒടുവിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങി. ബഹിരാകാശത്ത് നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് സുനിത വില്യംസിന്റെ മടക്കവും. ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ് സുനിത വില്യംസ്. ട്രെഡ് മില്ലിലാണ് ബോസ്റ്റൺ മാരത്തൺ ഓടിയത്. ബഹിരാകാശ പേടകത്തിന് പുറത്ത് 50 മണിക്കൂറിലധികം നീണ്ട 7 ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത വില്യംസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വർഷം ജനുവരിയിൽ 5 മണിക്കൂറും 26 മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിലൂടെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിന്റെ റെക്കോർഡും തകർത്തു. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ഇതുവരെ സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നടത്തം നടത്തിയവരുടെ നാസയുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് സുനിത ഇപ്പോൾ. 2 വട്ടം രാജ്യാന്തര സ്പേസ് സ്റ്റേഷന്റെ നേതൃത്വം സുനിത ഏറ്റെടുത്തിട്ടുണ്ട്. നാവികസേനയുടെ പ്രശംസാ മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സുനിത വില്യംസ് നേടിയിട്ടുണ്ട്. 2008 സുനിത വില്യംസിന്റെ പര്യവേഷണങ്ങൾക്കുള്ള ആദരമായി പത്മഭൂഷൺ നൽകി ഇന്ത്യ അവരെ ആദരിച്ചു.